ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആടുകൾ തടി വെക്കാനുള്ളൊരു കുഞ്ഞു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ നമുക്കത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എന്ത് കൊടുത്തിട്ടും ആടുകൾ തടി വെക്കുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനത്തെ ആടുകൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്നത് നിങ്ങൾ കഞ്ഞിവെള്ളമായിട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ഇന്ന് വെച്ച കഞ്ഞിയുടെ ആ ഒരു വെള്ളം നാളെ കൊടുക്കുക. ചോറ് കൊടുക്കരുത് കേട്ടോ, വെള്ളം മാത്രം. അപ്പോൾ അത് നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ കുറുകിയിട്ടുണ്ടാവും, നല്ല കട്ടിയുള്ള വെള്ളമാവും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾ നല്ലപോലെ തടി വെക്കും. അതിൽ നിങ്ങൾ തേങ്ങാപ്പിണ്ണാക്ക് മസ്റ്റായിട്ട് ചേർക്കുക. എന്ന് വെച്ചാൽ അത് ചേർക്കണം. തേങ്ങാപ്പിണ്ണാക്കും കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തടി വെക്കും. അതുപോലെ തന്നെ പച്ചിലകൾ കൊടുക്കുന്നത് നിങ്ങൾ പ്ലാവില കൊടുക്കുക. പ്ലാവില കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തടി വെക്കും. ഇപ്പോൾ പുല്ല് കൊടുക്കുന്നതും നല്ലത് തന്നെയാണ്, എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ തടി വെക്കാനായിട്ട് നല്ലത് പ്ലാവിലാണ് കേട്ടോ. പുല്ലും വളരെ നല്ലത് തന്നെയാണ്, പാലുൽപാദനം കൂടാനൊക്കെ കുറച്ചും കൂടി നല്ലത് പുല്ലാണ്. എന്നാലും തടി ഇല്ലാത്ത ആടുകൾക്ക് എല്ലാ ദിവസവും കുറച്ച് പ്ലാവില, അതുപോലെ വെള്ളം കൊടുക്കുന്നത് തലേ ദിവസത്തെ ബാക്കി പഴങ്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അത് കൊടുക്കുക. ഒരുപാട് പുളിച്ചതും കേട് വന്നതും കൊടുക്കരുത്, അതുപോലെ ചോറും കൊടുക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ സുന്ദരിയൊക്കെ പറ്റേ പ്രസവിച്ചിട്ട് ആകെ വയ്യാതായി ക്ഷീണിച്ച് പോയി. അവൾക്ക് പിന്നെ ഞാൻ കഞ്ഞിവെള്ളം അപ്പുറത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നതെല്ലാം ഞാൻ നിർത്തി. എന്താണെന്ന് വെച്ചാൽ തീറ്റയും കുടിയും പറ്റ മാറ്റി ആ ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം വരി അവൾ ചെറിയ രീതിയിൽ വെള്ളം കൂടിയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് വീണ്ടും വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. അതൊക്കെ കൊണ്ടുവന്നതിന് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൾ പഴയ ആ ഒരു തടിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ കഞ്ഞിവെള്ളം കൊടുക്കുക. പച്ചവെള്ളം കൊടുക്കുന്നവരുണ്ട്, പക്ഷെ പിണ്ണാക്ക് കുഴച്ച് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പിണ്ണാക്കോ ചോളത്തോടൊക്കെ ചേർത്തിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ട് ആ ആടുകളെ നോക്കുക. അപ്പോൾ നല്ലപോലെ മാറ്റം ഉണ്ടാവും. നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, പിന്നെ ഇത് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾ ഇൻബ്രീഡിംഗ് ആയ കുട്ടികളാണെങ്കിലും ആരോഗ്യക്കുറവുള്ള ആടുകളാണെങ്കിലും അത് നമ്മൾ ചിലപ്പോൾ എന്ത് കൊടുത്താലും തടി വെക്കാത്ത ആടുകളുണ്ടാവും, അത് വേറെ. അത് നിങ്ങൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ആടുകളെയൊക്കെ വാങ്ങിക്കുമ്പോൾ രക്തബന്ധം ഇല്ലാത്ത ആടുകളെയൊക്കെ നോക്കി വാങ്ങിക്കുക, എന്നാലാണ് നല്ല വളർച്ച കിട്ടുള്ളൂ. അതുപോലെ നല്ല തടിയും തൂക്കമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വലിയ ആടുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം വളർത്താനായിട്ട്. അതുപോലെ തന്നെ ചെറിയ ആട്ടിന് കുഞ്ഞുങ്ങൾക്ക് ഒരു 3 മാസമെങ്കിലും നല്ലപോലെ പാല് കുടിപ്പിക്കുക. ചിലർ രാവിലത്തെ പാല് മുഴുവനായിട്ടും അങ്ങ് കറന്നെടുക്കും. ആ ഒരു ആടിന് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നിന്നിട്ട് ഉണ്ടാവുന്ന പാലാണ് രാവിലെ അകിട് നിറയുള്ളത്. അത് മുഴുവനായിട്ട് നമ്മൾ കറന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു പകുതി പാലിൻ്റെ അളവാണ് കുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ 3 മാസം പാല് കുടിച്ച കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുക. അപ്പോൾ അത് നമ്മൾ എന്ത് മരുന്നാണെങ്കിലും ഫുഡാണെങ്കിലും കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന് ആ ഒരു വളർച്ച ഉണ്ടാവും. പാല് കൂടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു മുരടിപ്പ് ഉണ്ടാവും, ഒരു വളർച്ചക്കുറവ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്